ഈ മരുഭൂമിയൊക്കെ കാണുമ്പം ഒരു നല്ലൊരു ഐഡിയ കാണുമായിരിക്കും എങ്ങോട്ടാണ് അടുത്ത പോകുന്നതെന്ന്. ഊഹം തെറ്റിയിട്ടില്ല. രാജസ്ഥാനിലേക്കാണ് നമ്മുടെ അടുത്ത പോക്ക്. പോയത് സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി മൊത്തം നല്ല തണുപ്പായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഇടയിൽ ഫേമസ് ആയ ഒരു വലിയ പുള്ളിക്കാരനുണ്ട്, കാണിച്ചു തരാം. ഇദ്ദേഹം തന്നെയാണ് ആള്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഫോൺ മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക പുള്ളി. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മോഷണം നടക്കാറുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ കണ്ണിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. രാത്രി ഫുൾ ഉറക്കമായതുകൊണ്ട് രാവിലെ എണീറ്റപ്പോഴാണ് കഥ മൊത്തം അറിഞ്ഞത്. കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടുത്തെ ആൾക്കാരും ക്ലൈമറ്റും. ഞാൻ പ്രതീക്ഷിച്ചൊരു ക്ലൈമറ്റ് പോലും അല്ലായിരുന്നു ഇവിടെ. പൊള്ളുന്ന ചൂടും പ്രതീക്ഷ വന്ന് ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഞങ്ങൾ പോയ സമയത്ത് അവിടെ തണുത്ത കാറ്റായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തണുത്ത കാറ്റും. രാജസ്ഥാനിൽ തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയത് ഒരു മെയിൻ സ്പോട്ടിലേക്കായിരുന്നു, ജയ്സാൽമർ. ഇവിടെ എല്ലാ വാൾസും കൊച്ചു കൊച്ചു ബിൽഡിങ്സ് തൊട്ട് വലിയ ബിൽഡിങ്സ് വരെ എല്ലാം യെല്ലോ കളറിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജയ്സാൽമറിനെ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. എല്ലാ ബിൽഡിങ്സും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. ഡെസേർട്ട് ആയതുകൊണ്ട് അവിടെ ഏറ്റവും നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും ചീപ്പായതും അവിടെ സാൻഡ്സ്റ്റോൺ ആണ്. അതുകൊണ്ട് എല്ലാ ബിൽഡിങ്സും അങ്ങനെ. നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ജയ്സാൽമർ ഫോർട്ട്. ഫോർട്ടിനകത്ത് വീടുകളും അമ്പലങ്ങളും കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സും ഉണ്ടായിരുന്നു. ഫോർട്ടിനകത്ത് കയറി അറിയാം ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന്. പെട്ടെന്ന് കാണുമ്പം പുതിയൊരു എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ് അവിടുത്തെ ഒരു വലിയൊരു ഫേമസ് ഹോട്ടലായിരുന്നു. സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്ന മുന്നേ എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ വിട്ടു ഫുഡ് കഴിക്കുക. ഇവിടെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത്. കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കാണാം. ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടെ അത്യാവശ്യം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു എടുത്തത്. നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ മട്ടൺ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കി. 3 പേരും 3 ഡിഷ് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ഓർഡർ ചെയ്ത മട്ടൺ, പിന്നെ ചിക്കൻ 65, ചിക്കൻ തന്തൂരി, അങ്ങനെ പലതും. പേഴ്സണലി എനിക്ക് തോന്നിയത് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു. മസാലയൊന്നും കേരളത്തിൽ പോലും കിട്ടുന്ന ടൈപ്പല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്നും പറഞ്ഞ് ഇത് എല്ലാവർക്കും പിടിക്കണമെന്നും ഇല്ല കേട്ടോ. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ലസ്സിയിൽ കാര്യം ഒതുക്കിയത്. ഒരു ഫ്രഷ് ടേസ്റ്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പം വെളിയിൽ നിൽക്കുന്ന ചേട്ടൻ അവിടെ തന്തൂരി റൊട്ടിയും തന്തൂരി ചിക്കനും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബസ് കയറി ജയ്സാൽമറിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഫുൾ ബസ് കിടന്ന് ഉറക്കമായിപ്പോയി. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റോഡ് എത്തിയപ്പോഴത്തെ ഏത് റോഡാണെന്നറിയില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ വണ്ടിയോ തിരക്കോ ഒന്നുമില്ലായിരുന്നു. ചില ബിൽഡിങ്സ് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇത് വീടാണോ കൊട്ടാരമാണോ ഹോട്ടലാണോ റിസോർട്ടാണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഒന്നിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് പോലും ഇല്ലായിരുന്നു. അപ്പം പെട്ടെന്ന് കണ്ടാൽ നമുക്കും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഒരിക്കലും കേരളത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ക്ഷീണിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മളിനി 2 ദിവസം സ്റ്റേ ചെയ്യുന്നത്, നമ്മുടെ ക്യാമ്പ്. റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു റൂമിൽ തന്നെ നമ്മൾ 3 പേര് തന്നെ ഉണ്ടായിരുന്നു. 3 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇത്രയും വലിയൊരു ബെഡ് ഉണ്ടായിട്ടും ഒരു സിംഗിൾ ബെഡും കൂടെ അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് ആകെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അവിടുത്തെ വെള്ളമായിരുന്നു. പക്ക ഉപ്പ് വെള്ളം. നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഈവനിങ്ങിൽ ക്യാമൽ സഫാരി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകത്തിൽ കയറാൻ പോവാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്യാമ്പിലെത്തിയിട്ട്
അവരവരുടേതായ രീതിയിലുള്ളൊരു വെൽക്കമിങ് ഉണ്ടായിരുന്നു. ഒരു കുറിയൊക്കെ കിട്ടാണ് അവരെല്ലാ സ്റ്റുഡൻസിനും അകത്ത് കയറ്റി. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിടയിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവരവരുടെ രാജസ്ഥാനി സ്റ്റൈലിലുള്ള ഡാൻസും ഈ തലയിൽ ഈ പോട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഡാൻസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവർ ആ പോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നായിരുന്നു. ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ കോളേജിലെ സ്റ്റുഡൻസും വേറെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇത് കാണാൻ വരുന്നുണ്ട്, കൂടുതലും നോർത്ത് ഇന്ത്യൻസ്. രാത്രി ടൈമിൽ ക്യാമ്പ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാം, രാത്രി ജീപ്പ് സഫാരിക്ക്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു, ഏർലി മോർണിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രിഫർ ചെയ്തത് നൈറ്റ് ആയിരുന്നു. ഈ ജീപ്പിൽ എവിടെ വന്ന് ഇറങ്ങിയെന്നറിയോ? നമ്മുടെ ഡെസേർട്ടിൻ്റെ സെൻറ്ററിൽ നടുക്ക്. നമ്മൾ എന്തിനാ ഈ മരുഭൂമിയിൽ വന്നതെന്നറിയോ? ഇതാണ് സംഭവം, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ക്യാമ്പ് ഫയർ. കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, പിന്നിൽ നിന്നും പരന്നകന്നൊരു പൈങ്കിളി മരത്തിങ്കിളി പൈങ്കിളി മരത്തി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടൂർ ഗൈഡ് നമുക്കൊരു കഥ പറഞ്ഞു തന്നു, ഖുർദാരയുടെ കഥ. അത് ഞാൻ അവിടെ പോകുമ്പം വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 2-3 പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവത്തിലേക്ക് പോയി. ഈ ആനന്ദ മൂവിലൊക്കെ ഉള്ള പോലെ ലാൻറ്റേൺ കത്തിക്കാൻ നോക്കിയതാ. ആദ്യമായിട്ടൊരു ലാൻറ്റേൺ പറക്കുന്ന കാണാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടുത്തെ കാറ്റ് കാരണം അത് നേരെ കത്തിച്ചിട്ട് ശരിയായില്ല. വുമൻസ് കോളേജ് ആണെങ്കിലും ചില്ലറ അഭ്യാസങ്ങളൊന്നുമല്ല നമ്മളവിടെ കാട്ടിയത്. ജീപ്പ് സഫാരി കഴിഞ്ഞ് നേരെ വന്ന് പൂളിലേക്ക് ഒരൊറ്റ ചാട്ടം. എത്ര മണിക്കാ? നട്ടപ്പാതിരിക്ക്. തണുത്ത് വിറച്ച് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മരുഭൂമി ആയതുകൊണ്ട് രാത്രി നല്ല തണുപ്പായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് വെളുപ്പിന് 3-3:15 വരെ അവിടെ ഇരുന്ന് തണുപ്പത്ത് കഥ പറച്ചിലായിരുന്നു. നിൽക്കാൻ വയ്യാത്ത തണുപ്പാണ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കഥകളൊക്കെ ഇരുന്ന് പറഞ്ഞു. അങ്ങനെ ഇതോടെ രാജസ്ഥാനിലെ ആദ്യത്തെ ദിവസം തീരുക. ഇനി നാളെ കാണാം. ഇനി അടുത്ത വീഡിയോയിലാണ് മസ്റ്റായിട്ട് കാണേണ്ട ജയ്സാൽമർ ഫോർട്ട് ഉള്ളത്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. Do subscribe and I'll see you in the next video.